നന്നായി തിളച്ച് കുറുകി വരുന്ന ആ ചാറിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇത് മാത്രമല്ല, പണ്ടത്തെ ഒരു രുചിക്കൂട്ടും കൂടെ പറയുന്നുണ്ട്. എത്ര സിമ്പിളാണല്ലേ മാന്തൾ കറി വയ്ക്കുക. ഇതുപോലെ തന്നെ മാന്തൾ കറി ഒറ്റ തവണ കഴിച്ചാൽ മതി, ആ രുചി നാവിൽ നിന്ന് ഒരിക്കലും പോവില്ല. അപ്പോൾ എങ്ങനെയാ, വീഡിയോ കണ്ടല്ലോ. ഹായ്, നമ്മുടെ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് മാന്തളാണ് കേട്ടോ. മാന്തൾ മുളകിട്ടത്. ഇത് ഒരു 1/2 കിലോ മാന്തളുണ്ട്. അതിന് ഞാൻ ഒരു ഭാഗം ചെതമ്പൽ കളഞ്ഞിട്ട് ഒരു ഭാഗം തോല് ചീന്തി, അതായത് കറുത്ത സൈഡല്ല തോല് ചീന്തി, മറ്റേ ഭാഗം ചെതമ്പൽ കളഞ്ഞു. ഇങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. 2 ഭാഗം തോല് ചീന്തി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി അതിലെ ചെറിയ മാന്തളൊക്കെ ഞാൻ പറക്കിയെടുക്കുന്നുണ്ട്, വറക്കാനാണ്. അപ്പോൾ വലുതാണ് ഞാൻ കറിയിൽ ഇടുന്നത്. അപ്പോൾ വറക്കുമ്പോൾ മുരിഞ്ഞ് കിട്ടുമ്പോൾ ചെറുതായാലും കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ദേ ചെറുത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പകുതി വലുതാണ് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് മനസ്സിലായില്ലേ. അപ്പം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ഈ പാലക്കാടുള്ളവർ പച്ചമാന്തൾ കറി വയ്ക്കില്ല. അപ്പോൾ അവരെപ്പോഴും പറയാറുള്ളതാണ്, ഇതെങ്ങനെയാണ് പച്ചമാന്തൾ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ, അവർ വറക്ക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട ചെറിയ ഉള്ളി, 2 തക്കാളി, പച്ചമുളക് ഒരെണ്ണം വലുതെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചീനിമുളക് ഉണ്ടല്ലോ, അതൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലിയ പച്ചമുളക് ഒരെണ്ണം എടുത്തത്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചതച്ചിട്ടാലും മതി, ഞാൻ അരിഞ്ഞപ്പോൾ എല്ലാം കൂടെ അരിഞ്ഞിട്ടു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് മാന്തളല്ലേ ഉള്ളൂ. എന്തിനാ 2 തക്കാളി എന്ന് ചോദിച്ചാൽ, നമ്മളുടെ കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനിയാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. 2.5 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി എരിവ് കുറവുള്ളതാണ്, അതുകൊണ്ടാണ് 2.5 സ്പൂൺ ഇടുന്നത്. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി, അതായത് ഞരടി നല്ല കട്ടിയാക്കണം അതിന്. അപ്പം ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഇച്ചിരി മുമ്പേ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് കറക്റ്റായിരിക്കും നമ്മൾ ഈ കറി വയ്ക്കാൻ പോകുന്ന നേരത്തിന്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഞെരടി, അതായത് തക്കാളിയുടെ തോലുമെന്ന് തക്കാളി ഇങ്ങോട്ട് കിട്ടണം, അതുപോലെ ഒന്ന് നന്നായി ഞെരടി കൊടുക്കുക. ഉള്ളി അരിഞ്ഞതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ലെയറായിട്ട് ഇങ്ങോട്ട് പോരും. അതുവരെ ഒന്ന് നന്നായി ഞെരടുക. അപ്പോൾ ഈ ഞെരടലൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി കൈ കഴുകിയേക്കണേ, ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ മാന്തളിൻ്റെ ടേസ്റ്റ് കൂടുക മാത്രമല്ല, കൈ ചുട്ടു പുകയും. അപ്പോൾ അത് വേഗം നോക്കിയേക്കണേ. അപ്പോൾ ഇതേപോലെ നന്നായി ഞെരടി കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ഞെരടി ആ തക്കാളിയുടെ ചാറ് ഒക്കെ വന്ന് ഇതുപോലെ ലൂസായി കിട്ടും കേട്ടോ. ആ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് പുളിവെള്ളം, അതായത് പുളി തിരുമ്പി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ എല്ലാം ഉള്ളിയും പച്ചമുളകും പിന്നെ തക്കാളിയും ഒക്കെ നന്നായി അലിയുന്ന വരെ ഒന്ന്, അതായത് കുഴഞ്ഞ് കിട്ടുന്ന ഈ രൂപം കിട്ടുന്ന വരെ ഒന്ന് ഞെരടി കൊടുക്കാം. ഇതേപോലെ നമുക്ക് മത്തിയും വെക്കാട്ടോ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മത്തി ഇതേപോലെ ഞെരടി വെച്ചിട്ടുള്ളത്. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് വഴറ്റിയിട്ടും വെക്കാം. നമ്മൾ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കണവർക്ക് കടുക് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഉലുവ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം പുളി ഒഴിച്ച് നമുക്ക് വറ്റിച്ച് കുറുകിയതിന് ശേഷം മാന്തളിടാം. അങ്ങനെയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. കാരണം മാന്തൾ എങ്ങനെയാണ് കറി വയ്ക്കുക എന്ന് പറയുന്നവർക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കറി വയ്ക്കുക എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്നോട് എപ്പോഴും പാലക്കാടുള്ളപ്പോൾ ചോദിക്കാറുള്ളതാണ്, പച്ചമാന്തൾ എങ്ങനെയാണ് കറി വയ്ക്കുക, പച്ചമാന്തൾ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ. അപ്പം ഇതിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പച്ചമാന്തൾ അവിടെയുള്ളവർ കറി വയ്ക്കില്ല എന്ന്. അവർ ഉണക്കമാന്തളാണ് കറി വയ്ക്കാറ്. മാന്തളിന് അവിടെ നങ്കിമീൻ എന്നാണ് പറയാറ്. അപ്പം ഞാൻ പുളിയൊക്കെ ഒഴിച്ച് സെറ്റാക്കി അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് കുറുക്കി വരുമ്പോഴാണ് നമ്മൾ മാന്തൾ ഇടേണ്ടത്. ഇപ്പം തന്നെ മാന്തൾ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. തിളച്ചാൽ വേവുന്ന മീനാണ് മാന്തൾ. അപ്പോൾ കുറുക്കി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മാന്തൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നിങ്ങൾ പച്ചമാന്തൾ വരുമ്പോൾ വാങ്ങിക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്.
അവിടെ പച്ചമാന്തൽ കറി വെക്കുന്നവർ ഉണ്ടായിരിക്കാം കേട്ടോ, പക്ഷെ വളരെ കുറവാണ്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെക്കുന്നവർ ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അറിയുന്ന ഏറെക്കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പച്ചമാന്തൽ ഞങ്ങളുടെ ഇവിടെ ആരും കറി വെക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ മാന്തൽ ഇടേണ്ടത് ഫുള്ളായി വറ്റി കുറുകി വരുന്ന ടൈമിലല്ല, കുറച്ച് വെള്ളം ഉള്ളപ്പോൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ആ പച്ച മീനിൻ്റെ ആ കുത്തൊക്കെ പോവുള്ളൂ. മീനിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളെ മീൻ കറക്റ്റ് ചാറ് നല്ല കുഴമ്പ് രൂപമാവും. അപ്പം നമ്മൾ ഇറക്കുക. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം കറിക്ക് നല്ല തിക്നെസ് കിട്ടും, കളറും കിട്ടും. അപ്പോൾ ദേ നമ്മളുടെ കറി ഏറെക്കൂടെ സെറ്റായി വരുന്നുണ്ട്. ദേ കണ്ടോ. ഇനി നമുക്ക് ഇറക്കണ ടൈമിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറി ചൂടാറാൻ വയ്ക്കാം. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം വരും കേട്ടോ മാന്തലിന്. ഇനി നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കാം കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് മാന്തൽ കറിക്ക്. മാന്തലിന് മാത്രമല്ല, ചെറിയ മത്തി കറി വയ്ക്കുമ്പോഴും പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പം ദേ നമ്മളുടെ കറി സെറ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഞാൻ കറി ഇച്ചിരി ലൂസായിട്ട് എടുത്തിട്ടുള്ളത്, കട്ടിയിലാക്കി കഴിഞ്ഞാൽ കറി തികയത്തില്ല. കാരണം ഇവിടെ മാന്തൽ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളതിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കറി ഇച്ചിരി കൂടുതലും ഉണ്ടാവും, കട്ടി ഉണ്ടാവും. എൻ്റെ കയ്യിൽ അത് തീർന്നിരിക്കുകയാണ്. അപ്പം ഇതേപോലെ മാന്തൾ ഒന്ന് കറി വെച്ച് നിങ്ങൾ ഒറ്റ തവണ കഴിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ മാന്തൾ എവിടെ കണ്ടാലും മിസ് ചെയ്യില്ല, വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. മാന്തൾ നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് പലരും മാന്തൾ കറി വെക്കാത്തത്. പക്ഷേ ഇതിൻ്റെ രുചി അറിഞ്ഞാലുണ്ടല്ലോ, ചെറിയ മാന്തളാണെങ്കിലും നോ പറയില്ല. ഇപ്പം എങ്ങനെയുണ്ട്? മാന്തൾ കറി വെക്കാൻ സിമ്പിളല്ലേ? അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണക്കമാന്തൾ കറിയാണോ ടേസ്റ്റ്, പച്ചമാന്തൾ കറിയാണോ ടേസ്റ്റ് എന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അപ്പം ആരും മറക്കരുത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാവിൽ നിന്ന് രുചി മാറാത്ത ഒരു രുചിക്കൂട്ടും കൂടെ പറഞ്ഞു തരട്ടെ. ഈ മുളക് പൊടി ഉണ്ടല്ലോ, അമ്മിയിൽ അരച്ച് കറി വെച്ച് നോക്ക്, കുറുകുറൂന്നിരിക്കും ചാറ്. ചോറ് ഉരുട്ടി ആ ചാറിലങ്ങോട്ട് മുക്കി കഴിച്ചാൽ എൻ്റെ പൊന്നോ ചുറ്റുള്ളതൊന്നും കാണില്ല കേട്ടോ. പണ്ട് അച്ഛമ്മയും അമ്മയൊക്കെ അങ്ങനെ കറി വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.